പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, ആഗസ്റ്റ് 11-ാം തീയതി സുഹേലി ദ്വീപിൽ വെച്ച് നമ്മുടെ ലക്ഷദ്വീപ് പോലീസിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ ബോട്ടിൽ പാട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് 2 പേരെ കാണാതാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അവരെ കണ്ടെത്താനുള്ള ലക്ഷദ്വീപ് പോലീസിൻ്റെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും മറ്റ് ഗവൺമെൻറ് ഏജൻസികളുടെയും ഒക്കെ ശ്രമങ്ങളെ നമ്മൾ വല്ലാതെ അഭിനന്ദിക്കുന്നു. റിമോട്ട് സെൻസിങ് എങ്ങനെ ഈ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഭൂമിക്ക് മുകളിൽ ഏകദേശം 400 മുതൽ 600 വരെ കിലോമീറ്റർ ഉയരങ്ങളിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വിവിധ തരം റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയെ നിരന്തരം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഭൗമോപരിതലത്തിലെ ഏത് വസ്തുവിനെയും പ്രത്യേകം തിരിച്ചറിയാനും വേണ്ടി നിറങ്ങൾ മാറ്റാനുള്ള ഓപ്ഷനും ഇത്തരം ഡാറ്റ പ്രൊഡക്ട്സിൽ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ, സമുദ്രോപരിതലത്തിൽ ഒരാളുണ്ടെങ്കിൽ ആ ആളെ കൃത്യമായി കാണാനും കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാനും ഈ സാറ്റലൈറ്റിൻ്റെ ഇമേജ് കൊണ്ട് പറ്റും. റഡാറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന് പകലെന്നോ രാത്രിയെന്നോ വെയിലെന്നോ മഴയെന്നോ മേഘങ്ങളെന്നോ ഒന്നും അതിന് പരിമിതികളില്ല. ഏത് സമയത്തും ഭൂമിയുടെ സർഫസ്, അതേപോലെ കടലിൻ്റെ സർഫസ് ഇതിനെ കൊണ്ട് ഇമേജിങ് ചെയ്യാവുന്നതാണ്. ICEYE എന്നുള്ള മറ്റൊരു കമ്പനിയുടെ സാറ്റലൈറ്റ് പ്രൊഡക്ട്സ് ആവട്ടെ, അത് ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഭൂമിയിലെ ഒരേ സ്ഥലം റീവിസിറ്റ് ചെയ്ത് മാപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതായത് ഇത്തരം വളരെ എമർജൻസി ആയിട്ട് ഒരേ സ്ഥലം കൂടുതൽ നേരം മോണിറ്റർ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ആണ് കൂടുതൽ ഉപകാരപ്രദമാവുക. ഓഷ്യൻ സർഫസ് ഡ്രിഫ്റ്റ് മോഡലിംഗ് ആണ് ഇതിൽ പ്രധാനമായും അനലൈസ് ചെയ്യേണ്ടത്. അവരുടെ ബോട്ട് അപകടം നടന്ന ആ ദിവസത്തെ ആ സമയം തൊട്ട് അത് നിങ്ങോട്ട് ഓഷ്യൻ ഡ്രിഫ്റ്റ് മോഡൽ അനാലിസിസ് ചെയ്തുകൊണ്ട് അവരുടെ മൂവ്മെൻറ്റിൻ്റെ പാത കൃത്യമായി മാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ അവരുടെ ഏകദേശം വരുന്ന ലൊക്കേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും തുടർന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ കൂടുതൽ സുഗമമാക്കാനും റിമോട്ട് സെൻസിങ്ങിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്.